ഭാരതം എന്ന് പറയാലോ. ഭാരതം എന്നും പറയാം. ഞാനിപ്പോ വിട്ടോ അല്ല അങ്ങനെയും പറയാം. വന്ദേ മാതരമെന്നും പറയാം, ഭാരതമെന്നും പറയാം. എന്തോ വന്ദേ ഭാരത് അതെ, എന്നാലും പറയാം. ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയല്ലേ. രേണുസുതിക്കെതിരെ കേസ്. വന്ദേ മാതരം എന്ന് പറയാതെ വന്ദേ ഭാരതമെന്നും വന്ദേ മാരതം എന്ന് പറഞ്ഞാൽ എന്താ? പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ രേണുസുതിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ചില്ലറയൊന്നും അല്ല അഹങ്കാരം ഉണ്ടായിരുന്നത്. റിപ്പബ്ലിക് ഡേ ഏതാ, ഇൻഡിപെൻഡൻസ് ഡേ ഏതാ എന്ന് അറിയാത്ത ഒരു ഇന്ത്യക്കാരി. വലിയ സെലിബ്രിറ്റി. ഇവരുടെ തകർച്ച ഈ മീഡിയക്കാരിലൂടെ തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, ഓരോ വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. അങ്ങ് വിഡ്ഢിത്തരം അങ്ങ് വിളമ്പുക. എന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവം അത് എല്ലായിടത്തും ചെലവാകും എന്നാണ് സെലിബ്രിറ്റിയുടെ വിചാരം. അതേസമയം വേറെ വല്ല ചോദിച്ചു നോക്ക്, ഇഷ്ട ബ്രാൻഡ് ഏതാന്നൊക്കെ, ഏത് പേര് വേണം, മണി പോലെ അങ്ങോട്ട് പറഞ്ഞു തരും. അല്ലാതെ ഇതുപോലെ ഭാരിച്ച ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചേക്കരുതേ മീഡിയക്കാരെ, അവര് പെട്ടുപോകും. നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതൊരാൾ തിരുത്തി തന്നാൽ നമ്മളത് സമ്മതിക്കും, നമുക്ക് തിരുത്താൻ തയ്യാറാവും. പക്ഷെ ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നു. ആ ചോദിച്ച മീഡിയക്കാരൻ തന്നെ പറയുന്നു അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അങ്ങനെ പറഞ്ഞാൽ, എന്താ ഇങ്ങനെ പറഞ്ഞാൽ, അത് ന്യായീകരിച്ച് കുറച്ച് ഊളകളും പിന്നെ കുറച്ചെണ്ണം വീഡിയോ ഇട്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇങ്ങനെ പറഞ്ഞാൽ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഒരല്പമെങ്കിലും വിവരമോ ബോധമോ ഉണ്ടെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്, എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഇവർക്ക് യാതൊരുവിധ കഴിവുമില്ല. ഒരു കഴിവും ഇല്ല എന്നിട്ടും എന്തൊക്കെയോ ആണെന്നും പറഞ്ഞ് തനിക്ക് എന്തൊക്കെയോ കഴിവുണ്ടെന്നും പറഞ്ഞ് എല്ലാത്തിനും കയറി അങ്ങ് മെഴുകുകയാണ്. പിന്നെ ഇവരെ ഇത്രയും വളർത്തിയത് ഈ സോഷ്യൽ മീഡിയ തന്നെ. ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് യൂട്യൂബേഴ്സും കുറച്ച് ആൾക്കാരും ചേർന്നിട്ടാണ് ഇവരെ ഇത്ര വളർത്തിയത്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിധവയല്ലേ, ഒരു സ്ത്രീയല്ലേ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കുറേ ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു മുതല്. അല്ലെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബേഴ്സ് ഒന്നും വീഡിയോ ഇട്ടില്ലെങ്കിലോ, ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കാമെങ്കിൽ എവിടെ എത്തത്തില്ല. എന്നിട്ട് പറയും ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. എവിടെയാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത്? കുറേ ആൾക്കാർ സഹായിക്കാനും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും ഉള്ളത് കൊണ്ട് ഇവിടം വരേക്ക് എത്തി. പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെയൊക്കെ തെറി വിളിക്കുന്നത് പോലെ, സഹായിച്ചവരെ തെറി വിളിക്കുന്നത് പോലെയാണ് ഈ കാര്യമെന്നായിരിക്കും സെലിബ്രിറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും സെലിബ്രിറ്റിയുടെ ഈ തള്ളുകളൊന്നും അധിക നാൾ മുന്നോട്ട് പോകത്തില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്നല്ലേ, അതിൻ്റെ ഒരു ആളൽ മാത്രമാണ്. ഇന്നലെ ഒരു മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു, ഇനി പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ആൽബത്തിനകത്ത് കഴിഞ്ഞതിനെക്കാട്ടിലും ഇതുവരെ കണ്ടതിനെക്കാട്ടിലും വലിയ വെടിക്കെട്ട് കത്തുന്ന സീനൊക്കെ ഉണ്ടെന്ന്. ദയവ് ചെയ്ത് യൂട്യൂബേഴ്സ് ഇങ്ങനെയുള്ള ഇവരുടെ വീഡിയോസ് വരുമ്പോഴോ ഒന്നും അനങ്ങാതിരിക്കുക, എടുത്ത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. നമ്മളൊക്കെയാണ് ഈ വീഡിയോ ചെയ്ത് ഇവരെ പ്രൊമോട്ട് ചെയ്ത് ഈ വിധം ഇവരെ കൊണ്ട് എത്തിക്കുന്നത്. ദയവ് ചെയ്ത് ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ഇവരെ അങ്ങ് കൈ ഒഴിയുക. ഇവരുടെ എന്ത് തള്ളലല്ല, ഇവരുടെ ഇനി എന്ത് കോപ്രായങ്ങൾ കണ്ടാലും ആരും മൈൻഡ് ചെയ്യാതിരിക്കാമെങ്കിൽ പിന്നെ ഈ സെലിബ്രിറ്റിയെ മഷി ഇട്ട് നോക്കിയാൽ പോലും ഈ സോഷ്യൽ മീഡിയയിൽ കാണത്തില്ല.